തിരുവനന്തപുരം കാട്ടാക്കടയിൽ കുത്തിവയ്പ്പെടുത്തതിന് പിന്നാലെ 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമ മരിച്ച സംഭവത്തിൽ മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും കുടുംബം. ആരോഗ്യനില വഷളായിട്ടും മതിയായ ചികിത്സ നൽകിയില്ലെന്നും മറ്റ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തില്ലെന്നുമാണ് ആരോപണം. അതിനിടെ കുടുംബത്തെ അറിയിക്കാതെ ആശുപത്രി മാറ്റാൻ ശ്രമം നടത്തിയെന്നും പിതാവ് ആരോപിച്ചു. ഉമ്മ വന്ന് ബഹളം വെച്ചപ്പോൾ ഇവർ കുട്ടിയെ ഒരു 10 മിനിറ്റ് കൂടെ അവിടെ ഇട്ടിരുന്നിട്ട് നേരെ ആംബുലൻസിൽ കയറ്റി അവരെ സ്വയമേ ആംബുലൻസിൽ കയറ്റി ഇവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ നമ്മളൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ വണ്ടി കയറിയപ്പോൾ ആംബുലൻസിൽ കയറിയപ്പോൾ അവർ നമ്മളെ ഇറക്കി വിട്ട്. ആംബുലൻസിലെടുത്ത് പോകാൻ നമ്മളെ വീട്ടുകാരെ കയറ്റാത്ത കാര്യം എന്താണ്? കുട്ടി ഓൾറെഡി മരിച്ചെന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഓൾറെഡി മരിച്ചെന്നാണ് പറഞ്ഞത്. എനിക്കത് മറച്ചു വയ്ക്കാനല്ലേ അവർ ചെയ്തത്. നമ്മളിവിടെ കയറ്റാൻ നമ്മൾക്ക് പറയാൻ ആശുപത്രി കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ റെഫർ ചെയ്തു ഇങ്ങോട്ട്. ആരോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പോണ വഴിക്ക് ഇനി മുഖ്യമന്ത്രിക്ക് ഒന്ന് പരാതി കൊടുക്കണം, പിന്നെ ബാലാവകാശൻ, പിന്നെ വേറെ 1-2 കമ്മീഷനുണ്ട്, അതിൽ കൊടുക്കണം, ആരോഗ്യമന്ത്രിയും കൊടുക്കണം. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് മമൽ ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ അരുൺ വാര്യർ. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജബി ചേരുന്നു. ജിബിൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസം രാവിലെ 11:30 കൂടിയാണ് ഈ കുഞ്ഞിനെ മുഖത്ത് നീരുമായും നെഞ്ചെടുപ്പുമായി ഈ മമൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടേക്ക് എത്തിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ചെറിയ രീതിയിലുള്ള ഒരു ശ്വാസതടസ്സമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് കുടുംബം അറിയിച്ചതിനെ തുടർന്ന് ഈ ഡോക്ടർ അരുൺ വാര്യർ എന്ന് പറയുന്ന ഡോക്ടറാണ് കുട്ടിക്ക് ശ്വാസതടസ്സം മാറുന്നതിന് വേണ്ടി നെബുലൈസേഷനും അത്തരത്തിലുള്ള പ്രാഥമിക ചികിത്സയും നൽകിയത്. പിന്നീട് ഈ കുട്ടി നോർമൽ ആവുകയും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. അതിനിടെ കുട്ടി പറഞ്ഞതനുസരിച്ച് പിതാവ് മുട്ടായി മറ്റു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും കുട്ടി അത് കഴിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് 2 ഇഞ്ചക്ഷൻ കുട്ടിക്ക് ടെസ്റ്റ് ഡോസ് പോലും കൊടുക്കാതെ നൽകിയതെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ടെസ്റ്റ് ഡോസ് പോലും നൽകാതെ ഈ ഇഞ്ചക്ഷൻ നൽകിയ ഉടൻ തന്നെ കുട്ടിയുടെ കോട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. തുടർന്ന് വലിയ രീതിയിലുള്ള ശ്വാസതടസ്സം ഉണ്ടാവുകയും CPR നൽകുകയും ചെയ്തു, ICUലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ പിന്നീട് കുടുംബത്തെ ഒന്നും അറിയിക്കാതെ തന്നെ ഈ കുട്ടിയെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് കുടുംബം പറയുന്നത്. കാരണം ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായ സമയത്ത് അപ്പോൾ തന്നെ SITയിലേക്കോ മറ്റോ റെഫർ ചെയ്തിരുന്നെങ്കിൽ തങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്ന് കുടുംബം പറയുന്നു. പക്ഷേ ഇത് കുടുംബത്തെ അറിയിക്കാതെ, അതായത് ഈ കുട്ടിയുടെ കൂട്ടിപ്പോയി കുട്ടിക്ക് ഈ CPR നൽകിയ ശേഷം 10 മിനിറ്റോളം കുട്ടിക്ക് മറ്റ് ചികിത്സകളൊന്നും നൽകാതെ ആശുപത്രിയിൽ ഇട്ടിരുന്നുവെന്നാണ് കുട്ടിയുടെ കുടുംബം പറയുന്നത്. ഇതിന് പിന്നാലെ കുടുംബത്തെ അറിയിക്കാതെ കുട്ടിയെ ആംബുലൻസിൽ കയറി മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. കുടുംബം ആംബുലൻസിൽ കയറാൻ ശ്രമിച്ചിട്ട് പോലും കൂടെ കൂട്ടാൻ തയ്യാറായില്ല എന്ന് കൂടി ഒരു ഗുരുതരമായ ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ കുട്ടി കഴിഞ്ഞ ഈ മാസം 18-ാം തീയതിയാണ് സ്കൂളിൽ നിന്ന് മുഖത്ത് കണ്ണിന്റെ ഭാഗത്ത് ഒരു നീരുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് കുടുംബം എത്തുകയും ആര്യനാട് പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിലേക്ക് കുട്ടി എത്തുകയും ചെയ്തു. അവിടെ നിന്ന് കുട്ടി വീട്ടിലേക്ക് കൊണ്ടുവരികയും ചികിത്സ തുടരുകയുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മുഖത്തെ നീര് മാറാത്തതിനെ തുടർന്ന് കുട്ടിയെ വീണ്ടും ഈ കാട്ടാക്കട മമൽ ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ഡോക്ടർ പറയുന്നത് ഈ കുട്ടി ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് കുട്ടിയുടെ മുഖത്ത് ഈ ഒരു അനോണിമസ് ബൈറ്റിന്റെ സാന്നിധ്യം പാടുണ്ടായിരുന്നു എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു, പ്രത്യേകിച്ച് ചികിത്സിച്ച ഡോക്ടർ പറയുന്നു. പക്ഷേ അത് അപ്പാട് തള്ളുകയാണ് കുട്ടിയുടെ പിതാവ്. കാരണം കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് കുട്ടിയെ നടത്തിക്കൊണ്ടാണ് വന്നത്. കുട്ടിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. ഈ ഡോക്ടർ പറയുന്നത് പോലെ മറ്റ് ജന്തുക്കളൊന്നും തന്നെ കടിച്ചതിന്റെ ഒരു പാട് കുട്ടിയുടെ ശരീരത്തിൽ ഇല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ആ കുട്ടിയുടെ പിതാവ് പറയുന്നത്. എന്തായാലും ഈ നെയ്യാർ മെഡിസിറ്റിയിൽ തുടരുന്ന കുട്ടിയുടെ മൃതദേഹം അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആര്യനാട് നിന്ന് പോലീസും തഹസിൽദാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. അത് ഈ ഇൻക്വസ്റ്റിന്റെ പ്രാഥമിക വിവരങ്ങൾ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കുത്തിവയ്പ്പെടുത്തതിന് പിന്നാലെ 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമ മരിച്ച സംഭവത്തിൽ മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് മമൽ ആശുപത്രിയും അവിടെ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറും. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.